ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാട്ടിൽ ചെന്നതിന് കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസത്തെ വീഡിയോ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോണതാണ് കേട്ടോ അത്. അപ്പോൾ രാത്രിയായിരുന്നു കേട്ടോ ആ കല്യാണത്തിൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി പോകണം. അപ്പോൾ കല്യാണത്തിൽ ചെന്നതിന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു റിസപ്ഷൻ പരിപാടിയായിരുന്നു. കല്യാണമൊക്കെ തലേദിവസം കഴിഞ്ഞിരുന്നു. അത് ഞങ്ങൾക്ക് ചെറിയൊരു റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് തന്നെ കയറിയത് കേട്ടോ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. നാട്ടിൽ ചെന്നിട്ട് കല്യാണം കൂടാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ചെറിയ കല്യാണം കൂടിയിട്ടാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ചെയ്തുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് പോന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്കൊരു 5 മണി 5:30 ആയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വേഗം ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ട്വിന്നിങ് ആയിട്ട്, ഞാനും എൻ്റെ അനിയത്തിയും കൂടി ട്വിന്നിങ് ആയിട്ട് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോവേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴ വരെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടാ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറുന്ന കടകളൊക്കെ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നല്ല ഫുഡും കാര്യങ്ങളാണെന്നും പറഞ്ഞ് എൻ്റെ അനിയനും അനിയത്തിയും കൂടെ കേട്ടിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തനോടത്ത് എത്തിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നിട്ട് ഫുൾ തീർത്ഥാടനം പോലെ ഇരുന്നെന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ കുറച്ച് പള്ളികളിലും നേർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. ആകെ നമ്മൾ ഇച്ചിരി ദിവസത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ അവിടെ ചെന്നതിനിപ്പോൾ കഴിച്ചു. ഒരു സർബത്തൊക്കെ കുടിക്കാൻ നേരിച്ചിട്ട് കുറേ നാൾ ഉപ്പ് സർബത്തൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ജർമ്മനിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ തട്ടുകടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടില്ല. ഇതുപോലെ ഈ സർബത്ത് കട ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. കാരണം ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെറിയ സർബത്തൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് അടുത്ത് തന്നെ ഒരു സർബത്തട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ആ സർബത്തടയിൽ കയറിയിട്ട് സർബത്തല്ല ഉപ്പ് സോഡയാണ് കഴിച്ചത് കേട്ടോ. ഉപ്പ് സോഡയൊക്കെ കുടിച്ചു. ഒട്ടുക്കത്ത വെയിലായിരുന്നു നാട്ടിൽ. ഒട്ടുക്കത്ത വെയിലെന്ന് വെച്ചാൽ വെയിലും ചൂടും എല്ലാം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഉപ്പ് സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ് കേട്ടോ. തിരിച്ച് ഞങ്ങൾ വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് പോകാനാണ് നല്ല വെയിലും കാര്യങ്ങളും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വീണ്ടും വണ്ടിയിലൊക്കെ കയറി വീണ്ടും ഞങ്ങളുടെ തീർത്ഥാടന യാത്ര തുടങ്ങി എന്ന് പറഞ്ഞ പോലെയുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത പള്ളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോയി. അതായത് അവിടെ ആ ലോക്കലുള്ള എല്ലാവിധ പള്ളികളിലും കാര്യങ്ങളിലൊക്കെ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു പള്ളി ചെന്നതിനിപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം പ്രാർത്ഥിച്ച് അങ്ങനെ പോകും. നമുക്ക് കുർബാന കൂടി നിൽക്കാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു നമുക്ക്. കാരണം നമുക്ക് തിരിച്ചിങ്ങോട്ട് വീണ്ടും വരണം. നമ്മൾ വെളുപ്പിനെ ഒന്ന് ഇറങ്ങിയതുമാണല്ലോ. അപ്പോൾ പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ നേർച്ചകളും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ നടത്തി പ്രാർത്ഥിച്ച് ഇത് ചെയ്ത് അങ്ങനെ തിരിച്ചു പോന്നു. ഇത് തങ്കിപ്പള്ളിയാണെന്ന് തോന്നുന്നു. തങ്കിപ്പള്ളിയാണെന്ന് തോന്നുന്നു. ഞാൻ അന്ന് 2-3 പള്ളികളിൽ ഇങ്ങനെ പോയതുകൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇത് റെയിൽ ക്രോസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുറേ നാളായി കണ്ടിട്ട്. നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഇതൊക്കെ കാണൽ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളൊരു ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഇതേപോലെ ഏതോ ഒരു ഫേമസ് സ്ഥലത്ത് ചെന്ന് ഊണൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനും കരിമീനും ആയിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ കറികളൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും ഞങ്ങൾ തിരിച്ചു വിട്ടാം. ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണെങ്കിൽ ഇതൊരു ബ്ലോക്കും കാര്യങ്ങളാണെന്നറിയോ. അയ്യോ ഭയങ്കര ബ്ലോക്കും പൊടി മണ്ണെന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഫുൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ പൊതുവെ ഇങ്ങനത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നാട്ടിലാണ് ഇങ്ങനെ ഫുൾ ബിൽഡിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റുന്നത്. കണ്ടോ ഫുൾ റോഡ് പണിയുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 മണിക്കൂറിന് എത്തേണ്ട സ്ഥലത്തൊക്കെ 2-2.5 മണിക്കൂർ കൊണ്ടൊക്കെയാണ് എത്തിയിരുന്നത്. പിന്നെ നമ്മളും ആകെ അവശതയായി പോയി ഈ കുട്ടും കുഴിയായിട്ട് ബ്ലോക്കായിട്ട് പോണ സമയത്തൊക്കെ ആയിട്ട്. പിന്നെ ഫുൾ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നേ ഇപ്പോൾ ജർമ്മനിയിലും നാട്ടിലും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യും. നാട്ടിലത്തെ മിസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇതായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ടോ. നമ്മൾ എത്ര സമയമില്ലാണ്ട് വന്നാലും എത്ര ഇതില്ലാണ്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ പോലും ഞാൻ മുടക്കാറില്ല. ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്ന് പോയാൽ വരെ ഞാൻ ഇവിടെ ഒന്ന് പോയിട്ട് വരെങ്ങും പോയില്ലെങ്കിലെന്ന് പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ അവിടെയും പോയി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മായി തലോട്ടമ്മയും മരിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മരിച്ച സമയത്ത് വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ ആ 2 പേരുടെ സ്ഥലത്തും ഞാൻ മറക്കാണ്ടും സമയം ഉണ്ടാക്കി ഞാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് തിരിച്ച് വീട്ടിൽ പോയപ്പോൾ അത്രയുള്ളൂ. ബൈ.